നമസ്കാരം, എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം കേന്ദ്ര ത്രികോണ രാജയോഗവും മാളവിക രാജയോഗമുള്ള നക്ഷത്ര ജാതകത്തെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ രാശികളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരത് കാണുക. കുറച്ച് നക്ഷത്ര ജാതകർക്ക് സെപ്റ്റംബർ 18 പോലെ നല്ലൊരു സമയമൊക്കെ ആരംഭിക്കുന്നതാണ്. അപ്പം നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോ കാണുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന വീഡിയോസുകളാണ് നമ്മൾ യൂട്യൂബിൽ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവരും അതൊന്ന് കണ്ട് അറിഞ്ഞിരിക്കും. ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അത്. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ല കാലം വരുമ്പോൾ ഭഗവാൻ മഹാവിഷ്ണു നമുക്ക് കാണിച്ചു തരുന്ന ഒരു 8 ലക്ഷണങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു കൂടി സ്വാഗതം. അപ്പോൾ ഒരു കാര്യം കൂടി പറയാം, നമ്മുടെ ക്ഷേത്രത്തെക്കുറിച്ച് ഐതിഹ്യങ്ങളും അവിടുത്തെ വഴിപാടുകളും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ക്ഷേത്ര ദർശനം നടത്തേണ്ടത്, അല്ലെങ്കിൽ ക്ഷേത്രം എന്താണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള ക്ഷേത്രസന്നിധി എന്ന് പറയുന്നൊരു പ്രോഗ്രാം നമ്മുടെ യൂട്യൂബ് ചാനലായ റേഷൻ കാർഡ് മീഡിയ എന്ന ചാനലിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ഷേത്ര സംബന്ധമായ എല്ലാ സംശയങ്ങളും അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകേണ്ട രീതികളും എങ്ങനെയാണ് തൊഴേണ്ട രീതികളൊക്കെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ പുരാണമായിട്ടുള്ള ക്ഷേത്രങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു നല്ലൊരു അറിവാണ് നിങ്ങളിലേക്ക് പകർന്നു തരുന്നത്. അപ്പോൾ നിങ്ങൾക്കത് വളരെ ഉപകാരപ്പെടും. അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ നമ്മുടെ ഈ വീഡിയോൻ്റെ താഴെ ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും കയറി കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും എന്നൊരു വീഡിയോസുകളാണ് അതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് ഇന്നത്തെ നമ്മളെ അതിമൂഷിപ്പിക്കാതെ നിങ്ങൾ 8 ലക്ഷണങ്ങളെക്കുറിച്ച് പറയാം. ഭഗവാൻ മഹാവിഷ്ണു നമുക്ക് നല്ല കാലം വരുമ്പോൾ കാണിച്ചു തരുന്ന ആ 8 ലക്ഷണങ്ങൾ. നമുക്ക് ഇതിൽ എല്ലാം 8ഉം ഒരുമിച്ചുണ്ടാവണമെന്നല്ല പറയാം. ഏതെങ്കിലും ഒന്ന് ഭഗവാൻ നമുക്ക് കാണിച്ചു തരും. ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ ഒരു പകുതി മയക്കൊക്കെ ആകുമ്പോൾ നമ്മളൊരു ഓടക്കുഴലിൻ്റെ പുല്ലാങ്കുഴലിലേക്ക് ഒരു നാദം കേൾക്കുക, അല്ലെങ്കിൽ ഒരു പാട്ട് പോലെ കേൾക്കുക. അതൊക്കെ ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്ന ഒരു ലക്ഷണമാണ്. നമ്മൾ എന്താണ് നല്ല കാലം വരുമ്പോൾ ഭഗവാൻ മഹാവിഷ്ണു നമുക്ക് കാണിച്ചു തരുന്ന ഒരു ലക്ഷണത്തിൻ്റെ ഒന്നാണ്. അതുപോലെ തന്നെ ഭഗവാൻ നമുക്ക് സ്വപ്ന ദർശനം നൽകുക. ഉണ്ണിക്കണ്ണനായിട്ടോ ആലിലേക്ക് കിടക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഭഗവാൻ നിൽക്കുന്നതായിട്ടോ നമ്മൾ അനന്തശയനായിട്ടോ കാണിക്കുന്നതൊക്കെ സ്വപ്നം കാണിച്ചു തരിക. അതൊക്കെ ഏറ്റവും ഉത്തമമായിട്ട് നല്ല കാലം വരുമ്പോൾ ഭഗവാൻ കാണിച്ചു തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഭഗവത് ചിഹ്നങ്ങൾ സ്വപ്നം കാണാം. ഭഗവാന്റെ ചിഹ്നങ്ങളായ സ്വപ്നങ്ങൾ കാണുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ താമര, അതുപോലെ തന്നെ ഗദ, ചക്രം, സുദർശനമൊക്കെ കാണുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. നല്ല കാലം വരുമ്പോൾ ഭഗവാൻ കാണിച്ചു തരുന്ന ഒരു ലക്ഷണമാണ്. അതുപോലെ തന്നെ ഗരുഡ ഭഗവാനെ സ്വപ്നത്തിൽ കാണുന്നത് ഏറ്റവും ഉത്തമമാണ്. അതും ഭഗവാൻ കാണിച്ചു തരുന്ന ഒരു ലക്ഷണമാണ്. അതുപോലെ തന്നെ തുളസിയില ധാരാളമായി പൂത്ത് വയ്ക്കുന്നു. നമ്മളെല്ലാവരും തുളസിയില നടന്നാണ്, തുളസിയില പറിക്കുന്നതാണ്. നമ്മൾ വീട്ടിൽ കൊണ്ട് നടും, എത്ര നട്ടാലും പിടിക്കില്ല. അപ്പോൾ നമ്മളിവിടെ ഉള്ളവർ പറയും ലക്ഷ്മി ദേവിയുടെ കടാക്ഷമുള്ളെങ്കിലാണ് അത് വളരുള്ളൂ, അത് ശുദ്ധിയുള്ളിടത്തും വൃത്തിയുള്ളിടത്തേ വളരുള്ളൂ എന്ന്. അപ്പോൾ നമുക്കത് നല്ല കാലം വരുമ്പോൾ നമ്മുടെ വീടിന് നമ്മൾ നടാതെ തന്നെ ഇഷ്ടം പോലെ ഉണ്ടായും. അതായത് മുട്ടിനിങ്ങനെ ഉണ്ടായി പൂത്തുലഞ്ഞ് നിൽക്കുന്നു. അതൊക്കെ നല്ല കാലം നമുക്ക് വരുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. ഞാൻ പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ എന്നാണ് പറയുന്നത്. കുറച്ച് വൈകിയാലും നമ്മളിലേക്ക് നല്ല കാലം എത്തിച്ചു തരുമെന്നാണ് ഭഗവാൻ കാണിച്ചു തരുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ക്ഷേത്ര ദർശന സമയത്ത് ആലില പൊഴിഞ്ഞു വീഴും. നമ്മൾ ഒരു ക്ഷേത്രത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ അവിടെ ഒരു ആലുണ്ടെന്ന് സങ്കല്പിക്കാം. അപ്പോൾ ആലിൻ്റെ ഉള്ളിൽ നിന്ന് ആലില ഇങ്ങനെ കൊഴിഞ്ഞു വീഴുന്നത് നമ്മുടെ നേരെ അല്ലെങ്കിൽ വീട്ടിലൊക്കെ വീഴുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അത് ഒരു നല്ല കാലം വരുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് പറയുക. അതുപോലെ തന്നെ നമ്മുടെ കാട് പോലെ തെച്ചിപ്പൂ ഇങ്ങനെ കാട് പിടിച്ച് നമ്മൾ ഇഷ്ടം പോലെ പൂക്കൾ ഇങ്ങനെ ചുരുങ്ങി വില കാണാത്ത രീതിയിൽ പൂണ്ടായി നിൽക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. അതൊരു നല്ല ലക്ഷണമായിട്ട് പറയാം. അതുപോലെ തന്നെ കളഭ സുഗന്ധം, നമ്മൾ അരച്ചെടുക്കുന്ന നല്ല ശുദ്ധമായ കളഭത്തിൻ്റെ സുഗന്ധം വീട്ടിൽ പരക്കുന്നു. അതുപോലെ തന്നെ ചന്ദനത്തിരികൾ നമ്മൾ കത്തിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ചന്ദനം ഉപയോഗിച്ചില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു ചെറിയൊരു സുഗന്ധം പരത്തുന്നതൊക്കെ ഒരു ഭഗവാൻ വരുന്ന അല്ലെങ്കിൽ ഭഗവാൻ കാണിച്ചു തരുന്ന ഒരു നല്ല കാലത്തിൻ്റെ ഒരു ലക്ഷണമാണ്. ഭഗവാന് ശരിക്കും പ്രാർത്ഥിക്കുക, അറിഞ്ഞു വിളിക്കുക. മഹാവിഷ്ണു ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് ദർശനം നടത്തുക. അങ്ങനെയൊക്കെ ദർശനം കിട്ടിയിട്ടുള്ളവർ ഇനി കിട്ടാൻ വേണ്ടിയിട്ടും നല്ല കാലമൊക്കെ വരാൻ വേണ്ടിയിട്ടും നമ്മൾ ഭഗവാന്റെ അടുത്ത് പോയിട്ട് വഴിപാടുകളൊക്കെ നടത്തുക. ഏറ്റവും ഉത്തമമായിട്ടുള്ള വഴിപാട് നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി അല്ലെങ്കിൽ ജോലി സംബന്ധമായ ഇതൊക്കെ മാറാനായിട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രാജഗോപാല മന്ത്രാർച്ചന 7 വ്യാഴാഴ്ചകളിലായിട്ട് നടത്തുക, അല്ലെങ്കിൽ 7 ബുധനാഴ്ച നടത്തുക.
എന്നിട്ട് തുളസിമാല, ഒരു പാൽപ്പായസം, ഒരു നെയ്വിളക്ക് നടത്തുക അവസാനത്തെ വ്യാഴാഴ്ച. അപ്പോൾ എല്ലാ വിധത്തിലുള്ള ദോഷങ്ങളും മാറി നിങ്ങൾക്ക് ജോലിയിലൊക്കെ നല്ലൊരു ഇതുണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ വഴിപാടുകൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ മഹാക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ തുളസി ഇല പറിച്ചുകൊണ്ട്, അല്ലെങ്കിൽ തെച്ചിപ്പൂ, അല്ലെങ്കിൽ മന്ദാരപ്പൂ, പിച്ചകപ്പൂ, ഇതൊക്കെ കൊണ്ടുപോയി ഭഗവാന്റെ നടയ്ക്കിൽ വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. നമുക്ക് ഞാൻ പറഞ്ഞ വഴിപാടൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലേ നമ്മളൊരു തുളസിക്കതിരെങ്കിലും കുറച്ചുകൊണ്ട് പോയി നടക്കുക, കൊണ്ട് നടക്കി വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ തുളസി ഉണ്ടാവാം, തുളസിയുടെ ഒരു കുഞ്ഞ് തുളസി പറിക്കുക, ഭഗവാന്റെ നടയിൽ അമ്പലത്തിലെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് ഒന്ന് നടുക. അവിടെ കമ്മിറ്റിക്കാരോട് അല്ലെങ്കിൽ ശാന്ത തിരുമേനോടൊക്കെ ചോദിച്ചിട്ട് എനിക്കൊരു തുളസി ഇടണം ഭഗവാന്റെ നടയ്ക്കൽ മീൻസ് ആ ക്ഷേത്ര പരിസരത്ത് നടണം, അതിന് പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അവിടെ നമ്മളൊരു തുളസിയൊക്കെ നട്ട് കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായിരിക്കും. നമ്മൾ സാമ്പത്തിക സ്രോതസ്സൊന്നും നമുക്കില്ലാത്തവരാണെങ്കിൽ ഓക്കെ, ഭഗവാനോട് അറിഞ്ഞു വിളിച്ച് ഓം നമോ ഭഗവതേ വാസുദേവായ, അല്ലെങ്കിൽ ഓം നമോ നാരായണായ, അല്ലെങ്കിൽ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മന്ത്രവും ജപിക്കാം. ഭഗവാനെ വലത്ത് വെക്കുമ്പോൾ പ്രാർത്ഥിക്കാം. നമ്മൾ ഇങ്ങനെ ചെയ്യുക. നമ്മൾ വലത്ത് ചെയ്യാൻ നേരത്ത് അവസാനത്തെ പ്രദക്ഷിണം നമ്മൾ അടിപ്രദക്ഷിണം ചെയ്യുക. കാലിങ്ങനെ വെച്ച് അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ നടക്കുക. അടി വെച്ചാൽ നമ്മൾ അടി ഇളക്കില്ല, അടി പോലെ നടന്ന് ഭഗവാന്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നതും ഉത്തമമായിട്ടാണ്. വഴിപാട് ചെയ്യാൻ സാധിക്കാത്തവർ, നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾ 7 ദിവസം തുളസിമാല നമ്മളായിട്ട് തന്നെ കെട്ടിവിടുക. അവിടെ ചാർത്തൂന്ന് തിരുമേനിൻ്റെ ഒഴിക്കുക, നമ്മൾ വീട്ടിൽ നിന്ന് കെട്ടിക്കൊണ്ട് പോയിട്ട്, ഇല്ലെങ്കിൽ അവിടെ ചെന്നിരുന്ന് കെട്ടാനേ സാധിക്കുള്ളൂ. അങ്ങനെ ചെയ്യുക. അല്ല അവിടെ നമ്മൾ കെട്ടി അവിടെ നിന്ന് മേടിച്ചിടാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ മേടിച്ചിടാം. ഇത് ഏറ്റവും നല്ലതായിരിക്കും. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. അപ്പോൾ ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്ര സംബന്ധമായ എല്ലാ സംശയങ്ങളും, ഐതിഹ്യങ്ങളും, വഴിപാടുകളും, എങ്ങനെയാണ് ക്ഷേത്രദർശനം നടത്തേണ്ടത് എന്നുള്ളൊരു ക്ഷേത്രസന്നിധി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമ്മുടെ റേഷൻ കാർഡ് മീഡിയ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം. നിങ്ങൾ എല്ലാവരും കയറി അതിനെ സപ്പോർട്ട് ചെയ്യും, അതുപോലെ കാണുകയൊക്കെ ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അത് ഉപകാരപ്പെടും. ഒരു ക്ഷേത്രത്തെക്കുറിച്ച് നമുക്കറിയില്ല, ആ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം അറിയില്ല. നമ്മളെല്ലായിടത്തും പോയി നമ്മളൊരു എന്ത് കാര്യം ചെയ്താലും നമ്മൾ അറിഞ്ഞ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി ഉണ്ടാവും നമുക്ക് അനുഗ്രഹം കൂടുതൽ കിട്ടുക. നമ്മളൊന്നും അറിയാതെ ചെയ്തിട്ട് എന്താ കാര്യം? ഇപ്പോൾ നമ്മൾ പുഷ്പാഞ്ജലി കഴിക്കണം, പുഷ്പാഞ്ജലി എന്തിനാണ് കഴിക്കുന്നതെന്ന് അറിയണം. ഇപ്പോൾ നമ്മൾ ശത്രുസംഹാര പുഷ്പാഞ്ജലി കഴിക്കണം. എന്തിനാണ് ശത്രുസംഹാരം? നമ്മുടെ ശത്രുക്കളെ നിഗ്രഹിക്കാനല്ല, നമ്മുടെ ഉള്ളിലുള്ള ശത്രുക്കളിലെ നമ്മൾ എന്താണ് നമ്മളുള്ള ശത്രുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരം, സാമ്പത്തികത, അത് ഇത് മറ്റുള്ളവനെ എഴുതി ചെയ്യുക, അങ്ങനെയുള്ള അഹങ്കാരങ്ങളൊക്കെ മാറാനാണ് ശത്രുസംഹാര പുഷ്പാഞ്ജലി നടത്തുന്നത്. അല്ലാതെ നമ്മുടെ ശത്രുവിനെ നശിപ്പിച്ച് കളയാനല്ല. എൻ്റെ വീട്ടിൽ ഞാനിപ്പോൾ ഒരാളുടെ അടുത്ത് വഴക്കുണ്ടാക്കി ആ ആളെ അങ്ങോട്ട് നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ടാണ് വഴിപാട് നടത്തണമെന്നുള്ളത് തെറ്റായ ഒരു ധാരണയാണ്. നമ്മുടെ ഉള്ളിലുള്ള ശത്രുക്കളെ ഗ്രഹിച്ച് കളയുക എന്നാണ് അതിൻ്റെ അർത്ഥം വരിക. അപ്പോൾ ആ വഴിപാട് അറിഞ്ഞ് നടത്തുക, എല്ലാ വഴിപാടും അറിഞ്ഞ് നടത്തുക, അല്ലെങ്കിൽ ഒരു ക്ഷേത്രദർശനം നടത്തുന്നത് എന്താണെന്ന് അറിഞ്ഞ് നടത്തുക. അപ്പോൾ അത് നമുക്ക് ഉപകാരമായിരിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാ കാര്യങ്ങളും ക്ഷേത്രസന്നിധി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുകയും കമൻറ്റൊക്കെ ചെയ്ത് നമ്മുടെ ആ ക്ഷേത്രങ്ങളിലേക്കൊക്കെ എത്തിപ്പെട്ട് ഭഗവാന്റെ അനുഗ്രഹമൊക്കെ ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ഞാനതിൻ്റെ യൂട്യൂബിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. അത് നിങ്ങൾ കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്ത് എല്ലാവരിലേക്കും നമ്മുടെ വീഡിയോസും എത്തിക്കുക. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരമായിരിക്കും നമുക്ക് കിട്ടിയ അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.